Permutations and combinations. So, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അഡിഷൻ പ്രിൻസിപ്പിളാണ്. ഇഫ് event A can occur in m ways and event B in n ways, they are mutually exclusive ആണെങ്കിൽ ടോട്ടൽ വേസ് എന്ന് പറഞ്ഞാൽ m plus n ആയിരിക്കും. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിളാണ്. ഇഫ് ഇവൻറ്റ് എ ക്യാൻ ഒക്കർ ഇൻ m ways ആൻഡ് ബി ക്യാൻ ഒക്കേഴ്സ് ഇൻ n ways, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് m ഇൻറ്റു n ആയിരിക്കും. എക്സാമ്പിൾ, 3 shirts and 4 pants, ടോട്ടൽ ഔട്ട്ഫിറ്റ്സ് ഇസ് 3 into 4, 12. ഓക്കെ, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് റെപ്പിറ്റേഷനും ഉണ്ട്, വിത്ത് റെപ്പിറ്റേഷനും ഉണ്ട്. വിത്തൗട്ട് റെപ്പിറ്റേഷൻ n PR is equal to n factorial into n factorial by n minus 1 n minus r whole factorial ആയിരിക്കും. ഓക്കെ, സോ വിത്തൗട്ട് റെപ്പിറ്റേഷൻ n factorial by n minus r factorial ആയിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ അറേഞ്ച് 4 books ഔട്ട് ഓഫ് 6 ഓൺ എ ഷെൽഫ്. സോ ഔട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അതാണ് എത്ര എണ്ണം ഉണ്ട്, n എണ്ണം ഉണ്ട്, n ഷെൽഫ് ഉണ്ട്, എത്ര ബുക്സ് ആണുള്ളത്, r ഈക്വൽ ടു 4 ബുക്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 6p4 എന്ന് എഴുതാം. 6p4 എന്ന് പറഞ്ഞാൽ 6 factorial by 6 minus 4 ദ ഹോൾ ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 360 കിട്ടും. ഇനി വിത്ത് റെപ്പിറ്റേഷൻ ആണെങ്കിൽ n raised to r എന്ന് പറഞ്ഞാൽ ഈച്ച് പ്ലേസസ് ഹാസ് n ചോയ്സ് ഉണ്ട്. 3 digit നമ്പർ യൂസിങ് 1 to 5, അതായത് 5 raised to 3 ആയിരിക്കും. 125 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ കേസസിൽ സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ n-1 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത്. ഫിക്സ് 1 ഒബ്ജക്റ്റ്, ഒരാൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ബാക്കിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, സർക്കുലർ പെർമ്യൂട്ടേഷൻ. ഇനി റിപ്പീറ്റഡ് ഒബ്ജക്ട്സ് ആണെങ്കിൽ റിപ്പീറ്റഡ് ഒബ്ജക്റ്റ് വേർ NIR ഐഡൻറ്റിക്കൽ ഐറ്റംസ് ആണെങ്കിൽ n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ എക്സെട്ര nk ഫാക്ടോറിയൽ ആയിരിക്കും. ഇത് സ്പെഷ്യൽ കേസസിലേ യൂസ് ചെയ്യാറുള്ളൂ. അറേഞ്ച് മിസിസിപ്പി എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 11 ഫാക്ടോറിയൽ ബൈ ബാക്കി ഓരോ ലെറ്റേഴ്സ് എണ്ണാം. സോ എസ് എത്ര ഉണ്ട്, 4 ഫാക്ടോറിയൽ, I 4 ഉണ്ട്, 4 ഫാക്ടോറിയൽ, M1, P2 ഉണ്ട്, അപ്പോൾ 2 ഫാക്ടോറിയൽ. അങ്ങനെയാണ് 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, കോമ്പിനേഷൻ. സോ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെലക്ഷനെയാണ് പറയുന്നത്. സോ NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആയിരിക്കും. എന്നാൽ അവിടെ ഓർഡർ മാറ്റർ അല്ല, എങ്ങനെ എടുക്കുന്നുള്ളൊരു മാറ്റർ അല്ല. സോ കീ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ NCR എന്ന് പറയുന്നത് n-r ആയിരിക്കും. NC എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. NCR എന്ന് പറയുന്നത് NC ഇൻറ്റു n-r ആയിരിക്കും. ഇനി NCR പ്ലസ് NCR-1 ഈക്വൽ ടു n+1 CR, അത് പാസ്കൽസ് ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ, സെലക്ട് 3 members ഫ്രം 5 നിന്ന് 3 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ 5C3 എന്ന് എഴുതാം. ഓക്കെ, 5C3. P ആണെങ്കിൽ n ഫാക്ടോറിയൽ ബൈ n-r ദ ഹോൾ ഫാക്ടോറിയൽ ആയിരിക്കും. ഇവിടെ NCR ആണെങ്കിൽ കോമ്പിനേഷൻ ആണെങ്കിൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി 4 digit നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് 1 2 3 4 വിത്തൗട്ട് റിപ്പിറ്റേഷൻ ഇല്ലെങ്കിൽ 4 നമ്പേഴ്സ് കൊണ്ട് എത്ര നമ്പേഴ്സ് 4 digit നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ 4p4, അതായത് 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ആയിരിക്കും. ഈ ഫാക്ടോറിയൽ എഴുതാൻ അറിയില്ലേ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4നെയാണ് നമ്മൾ 4 ഫാക്ടോറിയൽ എന്ന് പറയാം. 4 ഇൻറ്റു 3 12 ആണ്, 12 ഇൻറ്റു 2 24, 24 ഇൻറ്റു 1 24. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ NP4 എങ്ങനെയാണ് വന്നതെന്നറിയില്ലേ, 4 digits ഉണ്ട്, ഇവിടെ 4 നമ്പേഴ്സാണ്. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 ഫാക്ടോറിയൽ ബൈ n-r എത്ര ആണ്, 4 ആണ്. അപ്പോൾ ആ ടേം നമ്മൾ ക്യാൻസൽ ചെയ്തു, ആ ടേം 1 ആകും. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്, 4 ഫാക്ടോറിയൽ വന്നത്. In how many ways can 5 books be arranged in 2 specific books must be together? അപ്പോൾ നമുക്ക് treat 2 books as is 1 unit and 4 units into 2 factorial.
അതായത് ഹൗ മെനി വേസ് 5 ബുക്സ് ക്യാൻ ബി അറേഞ്ച്ഡ്. 5 ബുക്കിനെ അറേഞ്ച് ചെയ്യണം എത്ര വേസിൽ? ഇഫ് 2 സ്പെസിഫിക് ബുക്സ് മസ്റ്റ് ബി ടുഗെദർ. 2 ബുക്ക് ഒന്നിച്ചായിരിക്കണം, ബാക്കിയൊക്കെ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ട്രീറ്റ് 2 ബുക്സ് as 1 യൂണിറ്റ്. അപ്പോൾ 3 ബുക്കിനെ നമ്മൾ 1 യൂണിറ്റ് ആയിട്ട് കൂട്ടി. അപ്പോൾ നമുക്ക് 4 യൂണിറ്റ്സ് ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 48 അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. ഓക്കെ, ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ എ ഹെക്സഗൺ ഇസ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഹെക്സഗണിൽ എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് വെച്ചാൽ 6c2 എന്ന് കൊടുക്കാം. 6c2 minus 6 equal to 9. ടോട്ടൽ ലൈൻസ് മൈനസ് സൈഡ്സ്. ഓക്കെ, അതാണ് ചെയ്തത്. ടോട്ടൽ ലൈൻസ് ആണിത്, -6 എന്ന് പറഞ്ഞ സൈഡ്സ് ആണ്. ഓക്കെ, അപ്പം 9. ഇഫ് NC8 is NC6, find NC2. n ഈക്വൽ ടു NC8, ഇത് എന്താ പറഞ്ഞു വെച്ചാൽ NC8 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു r എന്ന് പറയുന്നത് 8 ആണ്. 8 ഫാക്ടോറിയൽ ഇൻറ്റു n-8 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ ബൈ n-6 ഫാക്ടോറിയൽ എന്നാണ്. ഇതും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്കിത് റീഅറേഞ്ച് ചെയ്യുമ്പം നമുക്ക് n-ന് 14 കിട്ടും. ഇങ്ങനെയാണ് n ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൽ n-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 91 കിട്ടും. ഓക്കെ, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ആൽഫ സ്റ്റാർട്ടിങ് വിത്ത് എ. എനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അറേഞ്ച് റിമൈനിങ് 4 ലെറ്റേഴ്സ്. ബാക്കി 4നെ ഇത് ചെയ്താൽ 4 ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പോൾ 24. ഇനി ദ വാല്യൂ ഓഫ് 7c3 + 7c4 is. 7c3 + 7c4 നമ്മൾക്ക് പാസ്കൽസ് ലോ വെച്ചിട്ട് ചെയ്താൽ 8c4 കിട്ടും. ഓക്കെ, ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. ഐഡൻറ്റിഫൈ ഓർഡർ ഡിപ്പെൻഡൻസി. പെർമ്യൂട്ടേഷൻ ഇഫ് ഓർഡർ മാറ്റേഴ്സ് ആണെങ്കിൽ. കോമ്പിനേഷൻ ഇഫ് ഓർഡർ ഡസൻ മാറ്റർ. ഓർഡർ മാറ്റർ ചെയ്യുന്നില്ലെങ്കിൽ അതിന് കോമ്പിനേഷനും, ഓർഡർ മാറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ പെർമ്യൂട്ടേഷനുമാണ്. കൺസ്ട്രെയിൻ ഹാൻഡ്ലിംഗ്. ഫിക്സ്ഡ് പൊസിഷൻ ആയിരിക്കും. ട്രീറ്റഡ് കൺസ്ട്രെയിൻഡ് ഐറ്റം ഫസ്റ്റ്. അപ്പോൾ കൺസ്ട്രെയിൻ വെച്ചിട്ടുള്ള സാധനത്തിന് ആദ്യം വെക്കുക. ഇനി ഗ്യാപ്പ് മെത്തേഡ്. ഫോർ നോൺ അഡ്ജസൻറ്റ് ഐറ്റംസ്. നോൺ അഡ്ജസൻറ്റ് ഐറ്റംസിന് നമ്മൾ ഗ്യാപ്പ് മെത്തേഡ് ചെയ്യും. 2 ഗേൾസ് നോട്ട് സിറ്റിംഗ് ടുഗെദർ ഒക്കെ ആണെങ്കിലാണ് ഈ സംഭവം വെക്കുക. കോമൺ മിസ്റ്റേക്സ്. നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് NPRഉം NCRഉം. സോ അതിന് കൺഫ്യൂഷൻസ് ആദ്യം മാറ്റണം. NPR എന്താണെന്ന് നോക്കുക, NCR എന്താണെന്ന് നോക്കുക. ദെൻ ഇഗ്നോറിങ് ഐഡൻറ്റിക്കൽ ടേംസ്. ഐഡൻറ്റിക്കൽ ടേംസിന് അറേഞ്ച്മെൻറ്റ്സിലൊക്കെ ഇഗ്നോർ ചെയ്ത് പോകാറുണ്ട്, അത് തെറ്റിക്കരുത്. ഇനി ഹൗ മെനി 3 ഡിജിറ്റ്സ് ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം 1, 2, 3, 4, 5 വിതൗട്ട് റിപ്പീറ്റേഷൻ. ഫിക്സ് 3 ഡിജിറ്റ്സ് ആണ്. ആൻഡ് ആസ് 2 or 4 ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 2 or 4 ആയിരിക്കണം, കാരണം ഈവൻ നമ്പർ ആയിരിക്കണം, അത് ചോയ്സ്. സോ റിമൈനിങ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? അപ്പോൾ ഏതെങ്കിലും ഒരാളെ നമ്മൾ വെച്ചു. ഇപ്പോൾ 2നെ അല്ലെങ്കിൽ 4നെ വെച്ചു, അപ്പോൾ അതൊന്ന് വെച്ചു. അപ്പോൾ ബാക്കി എത്ര ആളുണ്ട്? 4. അപ്പോൾ നമുക്ക് 4p2 എന്ന് വെക്കാം. അപ്പോൾ നമുക്ക് 12 കിട്ടും. ഓക്കെ, സോ ടോട്ടൽ 2 × 12 അങ്ങനെ ഒരു ടേം വരും. പിന്നെ 2 വന്നിട്ടുള്ളത് വരും, 4 വന്നിട്ടുള്ളത് വരും. അങ്ങനെ നമുക്ക് ടോട്ടൽ 24 കിട്ടും. ഓക്കെ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ 4 Indians and 3 Americans sit in a row if all Americans sit together? അമേരിക്കൻസിനെ നമ്മളൊരു യൂണിറ്റ്സ് ആയിട്ട് കൂട്ടി. ബാക്കി 5 × 3 ഫാക്ടോറിയൽ ചെയ്തു. അതായത് അമേരിക്കൻസ് ഒക്കെ ഒന്നിച്ചും ഇന്ത്യൻസ് ഒക്കെ വരും. അപ്പോൾ അമേരിക്കൻസിന് ഈ മൊത്തത്തിന് നമ്മൾ 1 ആയിട്ട് കൂട്ടി. 1 × 4 അപ്പോൾ 5 × 3 ഫാക്ടോറിയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 720 കിട്ടും. ഇനി ഈ ഫൈൻഡ് NCR if NPR is 720 R equal to 3. So NP3 equal to n × n-1 × n-2. അങ്ങനെയാണ് NP3 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് അത് 720 ആണെന്ന് അറിയാം. അപ്പോൾ n എത്ര കിട്ടി? 10. അപ്പോൾ 10C3 എത്രയായിരിക്കും? 120. സോ ആദ്യം തന്നെ ഫോർമുല അറിഞ്ഞിരിക്കണം. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ NPR is equal to n factorial by n-r factorial. NCR equal to n factorial by r factorial into n-r factorial. സർക്കുലർ അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ n-1 ഫാക്ടോറിയലും, റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ആണെങ്കിൽ n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ എക്സെട്ര nk ഫാക്ടോറിയൽ ആയിരിക്കും. സോ പ്രോബ്ലംസ് മാക്സിമം ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച്
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ഐഡിയാസ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക, മാക്സിമം ചെയ്യാൻ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത് മാത്രം പഠിച്ചാൽ പോരാ, അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇത് മാത്രം പഠിച്ചാൽ മതിയൊന്നും പോരാ. യു ഹാവ് ടു വർക്ക് ഹാർഡ്. പിന്നെ കുറച്ചും കൂടിയും തിയറീസൊക്കെ നോക്കണം, പ്രോബ്ലംസ് മാക്സിമം നോക്കാൻ ശ്രമിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.